മുസ്ലിം ഭീകരത എന്ന് പറയാൻ പാടില്ല. മുസ്ലിം ഭീകരത എന്ന് പറയാൻ ക്രിസ്ത്യാനി ഭീകരരുണ്ട്, ഹിന്ദുക്കളും ഭീകരരുണ്ട്. മുസ്ലിം ഭീകരത എന്ന് പറയാതെ, മുസ്ലിം മതവും പറയാതെ ഈ രാജ്യത്തെ വിധ്വംസക ശക്തികളായി, ഈ രാജ്യദ്രോഹ നടപടികളുമായി ഇന്ത്യയെ ശിഥിലീകരിക്കണമെന്ന ചിന്താഗതിയുമായി പോകുന്ന ഭീകര സംഘടനകളെ സപ്പോർട്ട് ചെയ്യുന്ന നിലയിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ആ പിണറായി വിജയന്റെ ഇടതുപക്ഷ മുന്നണി, ആ ഇടതുപക്ഷ മുന്നണി ഭീകരവാദത്തിന് പിന്തുണ കൊടുക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികൾക്ക് പിന്തുണ കൊടുക്കുന്ന, പിണറായി വിജയന് പിന്തുണ കൊടുക്കുന്ന തോമസ് ഐസക് എന്ന് പറയുന്ന ആ മഹത് വ്യക്തിക്ക് ഇവിടെ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഇപ്പോ SDPIയുടെ പിന്തുണ UDF മേടിച്ചെടുക്കുന്നതിന് വേണ്ടി രഹസ്യ കച്ചവടം ഉറപ്പിക്കാൻ ചർച്ച നടത്തിയ ആന്റണി ഇവിടെ സ്ഥാനാർത്ഥിയാണെന്ന് നിങ്ങൾ അറിയാം. UDFന്റെ സ്ഥാനാർത്ഥിയാണ്. എത്ര അപകടകരമായ നിലയാണത്. SDPIയുമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDFന് SDPI. ആ SDPIക്ക് UDFിലേക്ക് ഒരു പാലം തീർക്കുന്നതിന് വേണ്ടി ചർച്ച നടത്തിയ ആളാണ് ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ആന്റണി. അയാള് എത്രയോ അപകടകാരിയാണ്. അദ്ദേഹത്തിന്റെ പൂഞ്ഞാറിൽ നിന്നോട് ഞാൻ ഒന്നും പറയണ്ട. പൂഞ്ഞാർ സാറിന്റെ ഭാഗ്യന്റെ ആളുകളൊക്കെ, കാശ് കിട്ടാത്ത ആളുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതൊക്കെ വ്യക്തിപരമായ ആക്രമണമാണ്. വ്യക്തിപരമായിട്ട് ഒരാക്രമണം നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ രാഷ്ട്രീയമായി എതിർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം SDPIയുമായി സഖ്യമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രയോ അപകടകരമാണ്. ഈ രാജ്യത്തെ എവിടെ കൊണ്ട് എത്തിക്കും? എത്രയോ അപകടകരമായ നിലയിലേക്കായിരിക്കും എത്തിക്കുക. അതുകൊണ്ടാണ് ആ സഖ്യത്തെ എതിർക്കാതിരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ പറയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം BJP നേതൃത്വം കൊടുക്കേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി, ഒരു മനസ്സായി, അതോടൊപ്പം ഇവിടുത്തെ ക്രിസ്ത്യൻ, പാഴ്സി, സിഖ് ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളും, അതോടൊപ്പം ഇവിടുത്തെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിലെ ദേശീയ കാഴ്ചപ്പാടുള്ള മുസ്ലിം സഹോദരന്മാർ ഒരുമിച്ച് ചേർന്നുള്ള സഖ്യം ഈ കേരളത്തിൽ ഉണ്ടായേ മതിയാകൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ രക്ഷപ്പെടുകയല്ല നമ്മൾ. ഈ രാജ്യം ശിഥിലീകരിക്കപ്പെടും. ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഇതുണ്ടാകണം. അതുണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടതെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ മറ്റു വിശദാംശങ്ങളൊന്നും കടക്കുന്നില്ല. ഇനിയും എറണാകുളത്ത് യോഗം ചെല്ലേണ്ട ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. തീർച്ചയായും പൂഞ്ഞാർ വളരെ വിനയത്തോട് ഞാൻ പറയുന്നു. ഞാൻ ഒറ്റയ്ക്ക് 28,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള മേഖലയാണ് പൂഞ്ഞാർ. 7 പ്രാവശ്യം ഞാൻ MLA ആയിരുന്ന സ്ഥലമാണ് പൂഞ്ഞാർ. സ്വാഭാവികമായി ഞാൻ അറിയാത്ത ആളുകൾ ചുരുക്കമാണ്. വ്യക്തിപരമായി എനിക്ക് ബന്ധമില്ലാത്ത ചുരുക്കമാണ്. അവരോടൊക്കെ ഉള്ള സ്നേഹം വളരെ ആത്മാർത്ഥമായി സ്നേഹത്തോട് ഞാൻ പറയുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലെന്തെങ്കിലും ചെറിയ അകൽച്ച ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നിലനിൽപ്പ്, നാടിൻ്റെ നിലനിൽപ്പ്, രാജ്യത്തിൻ്റെ സുസ്ഥിരമായ മുന്നേറ്റം, അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത് എന്ന് ബോധ്യത്തോടുകൂടി ഏപ്രിൽ 26-ാം തീയതി നിങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് പോകണം. നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും ഒരു ലൈനായി നിർബന്ധമായും പോളിംഗ് ബൂത്തിൽ എത്തിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു.